കണ്ണനയില മുളക് കറി, അതായത് ഇരുമ്പാമ്പുളി ഇട്ട് മുളക് കറി വെക്കാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണനയില ഇരുമ്പാമ്പുളി ഇട്ട് മുളക് കറി വെക്കുന്നതിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുമ്പാമ്പുളി എന്നാണ് പറയുന്നത്, മറ്റുള്ള നാടുകളിൽ വേറെയൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ചട്ടി അടുപ്പത്ത് വെച്ചാണ് മീൻകറി ഉണ്ടാക്കാനുള്ള. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുമ്പോൾ ഉള്ളി ഇട്ട് ഉള്ളി നന്നായി വാടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇതിലേക്ക് ഇടാം. തക്കാളി നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് പച്ചമുളക് ഇടാം. ഇഞ്ചി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇടാം. എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മുളക് കറി ആയതുകൊണ്ട് നമുക്ക് മുളക് പൊടി അത് ചേർക്കണം. 2 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി. ഇരുമ്പമ്പുളി ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. ഇത് നന്നായി തിളച്ച് മുളകിൻ്റെ മല്ലി മഞ്ഞളിൻ്റെ ഒക്കെ ഉപ്പ് ഒന്ന് ശരിയായ രീതിയിൽ പുളിയൊക്കെ പിടിച്ച് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം കറി ഇളക്കാൻ പാടില്ല. അത് ഇങ്ങനെ നമ്മളതിൻ്റെ കറി ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് സെറ്റാക്കിയാൽ മതി. ഇളക്കിയാൽ മീൻ അത് അടർന്നു പോകാൻ സാധ്യതയുണ്ട്. തീ കുറച്ചിട്ട് വറ്റിക്കുക. മീൻകറി തിളച്ച് നല്ല നെയ്യുള്ള മീൻ കാരണം നല്ല നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ഒന്ന് ചെറിയ തീയിൽ കിടന്നാൽ മീൻകറി റെഡിയായി. ആദ്യം തന്നെ താളിച്ച് വെച്ചത് കാരണം ഇപ്പോൾ ലാസ്റ്റ് താളിക്കണ്ട. ഒരു തണ്ട് വേപ്പില ഇങ്ങനെ ഇതിലേക്ക് ഇടുക. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക. അപ്പോൾ പിന്നെ മീൻകറി സെറ്റായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.